ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്ഷൻസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതാണ്. നമ്മൾ LBSന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസും കാര്യങ്ങളും കാണും. 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ താഴെയായിട്ട് രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജും കോഴ്സും ടൈപ്പും ഓപ്ഷൻസും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നഴ്സിംഗ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണോ ആദ്യം വേണ്ടത്. ഇപ്പോൾ ട്രിവാൻഡ്രം കുട്ടികളാണെങ്കിൽ അവർക്കിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസിൽ, അതായത് ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ എവിടെയാണോ വേണ്ടത് അത് 2 എന്ന് കൊടുക്കുക. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും LBS അത് വെരിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഫുൾ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ നിങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് മാറി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നഴ്സിംഗിന്റെ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാരാമെഡിക്കലിന്റെ വന്നിട്ടില്ല. പാരാമെഡിക്കലിന്റെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പല കുട്ടികളും ചോദിച്ചതാണ്, എനിക്ക് നഴ്സിംഗ് താല്പര്യമില്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമോ എന്നാൽ കിട്ടില്ലേ എന്നുള്ളത്. നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പാരാമെഡിക്കലിന്റെ സമയം വരുമ്പോൾ പാരാമെഡിക്കലിന് രജിസ്റ്റർ ചെയ്താൽ മതിയാകും. അതോടൊപ്പം NRI സീറ്റ് റിസർവേഷൻ ഒക്കെ കാണിച്ചിരിക്കുന്ന കുട്ടികൾ ഡോക്യുമെന്റ്സ്, അതായത് NRI സീറ്റിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത കുട്ടികൾ ആ കോളേജ് പ്രയോറിറ്റി ചെയ്ത് വെക്കുക. ഇനി ബാക്കിയുള്ള കുട്ടികൾ, ഈ NRI കോട്ട റിസർവേഷൻ ഉള്ള കോളേജസിൽ തന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഓപ്ഷൻസ് വെക്കാം, പക്ഷെ നിങ്ങൾ അത് അവസാനം വെക്കുക. അതായത് ഇപ്പം മുസ്ലിം കാറ്റഗറി സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് NRI കോട്ട ഡോക്യുമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെയും കൂടെ ഒരു ഓപ്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കോളേജസും, നിങ്ങൾക്ക് റിസർവേഷൻ വരുന്ന എല്ലാ കോളേജസും വെച്ചതിന് ശേഷം മാത്രം ഈ കോളേജസ് ഓപ്ഷൻസ് വെക്കുക. കാരണം നിങ്ങൾക്ക് NRI റിസർവേഷൻ കോട്ട ഉള്ള കോളേജിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പോകുന്ന സമയത്ത് അവർ അത് ബേസ് ചെയ്ത് ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് അവസാനം വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഓപ്ഷൻസിന്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഒരു പ്രോസ്പെക്ടസും കൂടെ അതിൽ തന്നിട്ടുണ്ട്. അതും വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം കൺഫേം ചെയ്യാതെ വിടാതെ പോയതുപോലെ ഇത് എല്ലാം ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് ഓഗസ്റ്റ് 1 ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ പേര് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തേ മതിയാവുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും ഓക്കെ, ബൈ, താങ്ക് യു.